രജിസ്ട്രാർ കേരള സർവകലാശാലയിലേക്ക് എത്തി. ഒഫീഷ്യൽ വാഹനത്തിൽ തന്നെയാണ് രജിസ്ട്രാർ എത്തിയത്. വണ്ടി ഗ്യാരേജിലിടണം. സസ്പെൻഷനുള്ള രജിസ്ട്രാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്ന വിലക്ക് ഇന്നലെ കേരള VC എന്താണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ വിലക്കൊക്കെ ലംഘിച്ച് രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ വണ്ടിയിൽ തന്നെ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടത്. നേരത്തെയും ഈ പറയുന്ന രീതിയിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത മറ്റൊരു ഉത്തരവും VC ഇറക്കിയിരുന്നു. അതിൻ്റെ തൊട്ടുപിറ്റേന്നും അദ്ദേഹം ഓഫീസിലേക്ക് എത്തിയതും അതല്ല, ഈ പറഞ്ഞ രജിസ്ട്രാറെ തടയണം എന്ന് ഈ പറഞ്ഞ സെക്യൂരിറ്റികൾക്ക് നിർദ്ദേശം കൊടുത്ത VCയുടെ ഒരു ഉത്തരവ്, മോഹൻ കുന്നുമ്മേലിൻ്റെ ഒരു ഉത്തരവൊക്കെ ഇറങ്ങിയത്. പക്ഷേ അതിനെയും കാര്യമായ വില കൊടുത്തില്ല രജിസ്ട്രാർ. അദ്ദേഹം വന്നു. ഇപ്പം ഇന്നലെ വണ്ടി പിടിച്ച് ഗ്യാരേജിലിടണം, സസ്പെൻഷനുള്ള രജിസ്ട്രാർക്ക് ഒഫീഷ്യൽ വണ്ടി വേണ്ട എന്നൊക്കെ മോഹൻ കുന്നുമ്മേൽ പറഞ്ഞതാണ്. പക്ഷേ രജിസ്ട്രാർ എന്ന ചുവന്ന ബോർഡ് വെച്ച അതേ വണ്ടിയിൽ തന്നെ രജിസ്ട്രാർ കേരള സർവകലാശാലയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നല്ല രണ്ട് മൂന്ന് ആവർത്തി കേരള VC പറയുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള വില രജിസ്ട്രാർ കൊടുക്കുന്നില്ല. മാത്രമല്ല രജിസ്ട്രാർ മാത്രമല്ല, നേരത്തെ തടയണമെന്ന് പറഞ്ഞപ്പോൾ സെക്യൂരിറ്റിയും അങ്ങനെ തടയാനുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിരുന്നില്ല. ഉമേഷ് ബാലകൃഷ്ണ വാർത്തകൾ ഏറ്റവും പുതിയ വാർത്തകൾ ചേരുകയാണ്. ഉമേഷ്, സർവകലാശാലയിലേക്ക് വരരുത്, വന്നാൽ തടയണം എന്ന് VC പറഞ്ഞു. കേട്ടില്ല രജിസ്ട്രാറും സെക്യൂരിറ്റിയും. ഒഫീഷ്യൽ വണ്ടി പിടിച്ച് ഗ്യാരേജിലിടണം എന്ന് പറഞ്ഞു VC. ഒഫീഷ്യൽ വണ്ടിയിൽ തന്നെ വരികയാണ് അനിൽകുമാർ. തീർച്ചയായും ഹാഷ്മി, മോഹൻ കുന്നുമേൽ ഈ കുട്ടിക്കളി പോലെ ഓരോരോ ചെറിയ വിഷയങ്ങൾ പറയുകയാണ്. അതായത് ഔദ്യോഗിക വാഹനത്തിൽ ഉപയോഗിക്കരുത്, രജിസ്ട്രാറുടെ ഓഫീസിൽ കയറരുത്, രജിസ്ട്രാർക്ക് ഫയലുകൾ നൽകരുത് തുടങ്ങി ഓരോ ദിവസവും ഓരോ നിർദ്ദേശങ്ങൾ സർവകലാശാലയ്ക്ക് കൊടുക്കുന്നു. സർവകലാശാലയെല്ലാം അത് പുച്ഛത്തോടെ തള്ളിക്കളയുന്നു. എല്ലാ ദിവസവും രാവിലെ രജിസ്ട്രാർ ഇവിടെ ഓഫീസിലെത്തുന്നുണ്ട്. അവരെ സെക്യൂരിറ്റി തന്നെയാണ്, അതായത് സെക്യൂരിറ്റി ചീഫിനോടാണ് സർവകലാശാല ആസ്ഥാനത്തെത്തുന്ന രജിസ്ട്രാറെ ഔദ്യോഗിക ഓഫീസിലേക്ക് കയറ്റരുത് എന്ന് നിർദ്ദേശിച്ചത്. ഇവിടെ സെക്യൂരിറ്റി ചീഫിനാണ് ഇന്നലെ വാഹനം പിടിച്ചു വെക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല. പൂർണ്ണമായി രജിസ്ട്രാർക്കെതിരെയുള്ള നീക്കങ്ങൾ പൂർണ്ണമായി സർവകലാശാല തള്ളുകയാണ്. ഇന്നും രജിസ്ട്രാറെ KS അനിൽകുമാറിനെ ഇവിടുന്ന് സ്വീകരിച്ചത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തന്നെയാണ്. ആ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തന്നെയാണ് സ്വീകരിച്ച് അദ്ദേഹത്തെ രജിസ്ട്രാറുടെ ഔദ്യോഗിക ചേംബറിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനമാണ് നമ്മൾ കാണുന്നത്. ഈ വാഹനമാണ് ഇന്നലെ തന്നെ രാത്രിയോടുകൂടി പിടിച്ചെടുത്ത് വാഹനം ഗ്യാരേജിലേക്ക് മാറ്റി ഒപ്പം താക്കോൽ ഈ രജിസ്ട്രാറായ VCയുടെ രജിസ്ട്രാറായ സിസ തോമസിന്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയത്. പക്ഷേ ഏൽപ്പിച്ചിട്ടില്ല. ഈ രീതിയിൽ ആ വാഹനം ഇവിടെ തന്നെയുണ്ട്. ഇതിൽ തന്നെയാണ് രജിസ്ട്രാർ വന്നത്. ഇപ്പോൾ അല്പം മുമ്പ് രജിസ്ട്രാർ ഒരു വാക്ക് മാത്രമാണ് പറഞ്ഞത്, എനിക്ക് സ്വന്തമായി വാഹനമില്ല, ഇത് സർവകലാശാലയുടെ വാഹനമാണ് എന്ന മറുപടി മാത്രമാണ് പറഞ്ഞത്. ഇതിൽ വാഹനം മാറ്റിവെക്കാനോ അല്ലെങ്കിൽ വാഹനം പിടിച്ചെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ, ആ ചോദ്യങ്ങളോടൊന്നും അദ്ദേഹം പ്രതികരിച്ചില്ല. എന്തായാലും മോഹൻ കുന്നുമേലിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി സർവകലാശാല തള്ളുകയാണ്. അതിൽ മൂന്നാമത്തെ കാര്യമാണിത്. ഒന്ന്, ഓഫീസ് ഉപയോഗിക്കരുത്, ഓഫീസിലേക്ക് കയറ്റരുത് എന്ന് സെക്യൂരിറ്റി ജീവനക്കാരോട് പറഞ്ഞു. അത് പൂർണ്ണമായി തള്ളി. രണ്ടാമത്, ഫയലുകൾ അയക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാ ഫയലുകളും നോക്കുന്നത് രജിസ്ട്രാർ തന്നെയാണ്. പക്ഷേ രജിസ്ട്രാർ അയക്കുന്ന ഫയലുകൾ മോഹൻ കുന്നുമേൽ നോക്കുന്നില്ല, അത് പൂർണ്ണമായി തിരിച്ചയക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ വാഹനം പിടിച്ചെടുക്കുക, വാഹനം പിടിച്ചെടുത്ത് ഗ്യാരേജിലേക്ക് മാറ്റുക. ഒപ്പം ഇതിന്റെ താക്കോലൂരി സെക്യൂരിറ്റി ഓഫീസർ നേരെ VCയുടെ രജിസ്ട്രാറായ മിനി കാപ്പന് നൽകുക. അതും എന്തായാലും നടപ്പായില്ല. അദ്ദേഹം ഇവിടെ എത്തി. അങ്ങനെ വീണ്ടും തിരിച്ചടികൾ ഏറ്റുവാങ്ങി മോഹൻ കുന്നുമേൽ മോഹൻ കുന്നുമേൽ VC ആണ് വലിയ ചേരിപ്പോരൊക്കെ നടക്കുമ്പോഴും. അപ്പോൾ ഈ സാധാരണഗതിയിൽ ചിലപ്പോൾ നമ്മൾ ഈ MLA-മാരുടെ ഈ ബോർഡിലൊക്കെ ഒരു കറുത്ത ഒരു കവർ പോലും ഇടാറില്ലേ? ജസ്റ്റ് ഒന്നൊരു ഫോർമാലിറ്റിക്കെങ്കിലും വെറുതെ ഒരു കറുത്ത ഒരു കവർ ചുവന്ന ബോർഡിൽ ഇടായിരുന്നു ഉമേഷ്. എന്തായാലും അങ്ങനെ ഒരു ബോർഡ് ഇട്ടിട്ടില്ല. അതിൽ കൃത്യമായ രജിസ്ട്രാർ കേരള സർവകലാശാല എന്ന് തന്നെയാണ് ആ ബോർഡിൽ ഇട്ടിരിക്കുന്നത്. കാരണം രജിസ്ട്രാർ പറയുന്നത് രജിസ്ട്രാർക്ക് അത്തരമൊരു നിർദ്ദേശം കിട്ടിയിട്ടില്ല. ഹാഷ്മി, നമുക്കിനി അടുത്ത BJPയുടെ 2 സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട്. അവരുടെ പ്രതികരണം ഉടൻ വരും. അവരാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അവരിന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയെ സമീപിച്ച ഘട്ടത്തിൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം അവർ ആരംഭിച്ചിരുന്നു. ഇന്ന് ആ കേസ് ഹൈക്കോടതി എടുക്കുകയാണ്. സർവകലാശാലയിൽ സുരക്ഷ വേണമെന്നുള്ള നിർദ്ദേശമാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും അവരുടെ പ്രതികരണത്തിലേക്ക് പോവാം. അവിടെ പ്രതികരണങ്ങൾ വരികയാണ്. ഇപ്പോൾ സസ്പെൻഷനുള്ള രജിസ്ട്രാർ ഓഫീസിൽ തടയണം എന്നൊക്കെ പറഞ്ഞാണ്. മാത്രമല്ല ഈ വണ്ടി പിടിച്ചെടുക്കുക, അല്ല വണ്ടി വാഹനം ഗ്യാരേജിൽ സൂക്ഷിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. ആഴ്ചകളായിട്ട് ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. സർവകലാശാലയുടെ സുരക്ഷിതമായ പ്രവർത്തനം അവതാളത്തിലായി എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രതിസന്ധി. രണ്ടാമത്, സർവകലാശാലയുടെ ഭരണപരമായ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള സ്തംഭനാവസ്ഥ ആണ് രണ്ടാമത്തെ പ്രതിസന്ധി. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ 25-ാം തീയതി സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ ഉണ്ടായ സംഭവങ്ങൾക്ക് ശേഷം സർവകലാശാലയുടെ പ്രവർത്തനം ഏതാണ്ട്
സ്തംഭിച്ച അവസ്ഥയിലാണ്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഇടത് യുവജന സംഘടനകളും അതുപോലെ തന്നെ SFIയും ഈ സർവകലാശാലയെ പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള സമരങ്ങളാണ് അഴിച്ചുവിട്ടത്. നമുക്കൊക്കെ അറിയാം, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഭാവി നിർണ്ണയിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് സ്തംഭിപ്പിക്കുന്ന തരത്തിൽ ഇടത് യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഈ സർവകലാശാലയ്ക്കുള്ളിലേക്ക് തള്ളിക്കയറുന്നു. അതീവ ഗൗരവമുള്ള പ്രാധാന്യമുള്ള സെക്ഷനുകളിലേക്ക് അവര് തള്ളിക്കയറി നാശനഷ്ടങ്ങൾ വരുത്തുന്നു, ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു, സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ ശ്രമിക്കുന്നു. അതേപോലെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്ക് ഈ സർവകലാശാലയുടെ ആസ്ഥാനത്ത് എത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരിട്ട് തന്നെ സർവകലാശാല കവാടത്തില് ഗവർണറെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇതിനുള്ളിലേക്ക് കടത്തില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു, വെല്ലുവിളിക്കുന്നു. SFIയുടെ നേതൃത്വം അതുപോലെ തന്നെ ഈ വൈസ് ചാൻസലറെ ഈ സർവകലാശാലയ്ക്കുള്ളിലേക്ക് കാലുകുത്താൻ അനുവദിക്കില്ല, ആ നിലയിലുള്ള ഭീഷണി മുഴക്കുന്നു. ആ തരത്തിലെ ഒരു ഭയാനകമായ അന്തരീക്ഷം സർവകലാശാലയിൽ നിന്ന് സേവനം ലഭ്യമാകേണ്ട വിദ്യാർത്ഥികൾ നൂറുകണക്കിലൂടെ വരുന്നുണ്ട് പ്രതിദിനം. അവർക്ക് ഈ സർവകലാശാലയുടെ സേവനങ്ങൾ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പൊ ഈ നിലയില് സിൻഡിക്കേറ്റ് അംഗങ്ങള്, ഇടത് വിദ്യാർത്ഥി സംഘടനകള്, യുവജന സംഘടനകള്, ഒപ്പം ഈ സർവകലാശാലയിലെ ചില യൂണിയൻ പ്രവർത്തകര് ഇവരുടെ ഭീഷണിയിലും സമ്മർദ്ദത്തിലും സർവകലാശാലയുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഭരണപരമായ പ്രതിസന്ധി സർവകലാശാല നേരിടുന്നുണ്ട്. ഇവിടെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ, ആ സസ്പെൻഷന് എതിരായിട്ട് അദ്ദേഹം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതിയിൽ സമീപിച്ച കേസ് പിൻവലിച്ചുകൊണ്ട് പിറ്റേ ദിവസം മുതൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും യൂണിയൻ നേതാക്കളുടെയും ഒത്താശയോടുകൂടി അല്ലെങ്കിൽ അവരുടെ പിൻബലത്തിൽ സർവകലാശാലയിൽ അതിക്രമിച്ച് കടന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്തായാലും ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് അംഗം സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഔദ്യോഗിക വാഹനത്തിൽ വന്നതും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ അവർക്കുള്ള അതൃപ്തി പറയുകയാണ് സിൻഡിക്കേറ്റ് അംഗം. എന്തായാലും തുടർച്ചയായി VCക്ക് ഏതെങ്കിലും തരത്തിലുള്ള വില രജിസ്ട്രാറോ അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങളോ കൊടുക്കുന്നില്ല എന്ന കാര്യം വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം അകത്ത് കടക്കരുതെന്ന് പറഞ്ഞു, കടന്നു അനിൽകുമാർ. തടയണമെന്ന് പറഞ്ഞു, തടഞ്ഞില്ല സെക്യൂരിറ്റി. ഈ വണ്ടി, നമ്മൾ ഈ കാണുന്ന വണ്ടി പിടിച്ച് ഗ്യാരേജിൽ ഇടണം, താക്കോലെടുത്ത് മിനി കാപ്പിന് കൊടുക്കണം എന്നൊക്കെ ഉത്തരവായി ഇറങ്ങിയതാണ്. പക്ഷേ ആ ഉത്തരവൊന്നും ലംഘിക്കപ്പെട്ടില്ല, ഉത്തരവൊന്നും പാലിക്കപ്പെട്ടില്ല. ഇന്നും അതേ വാഹനത്തിൽ, അതേ ചുവന്ന ആ ബോർഡ് വെച്ച വാഹനത്തിൽ തന്നെ അനിൽകുമാർ നിറഞ്ഞ ചിരിയോടെ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. ഇനി അടുത്ത മോഹനം കുന്നുമ്മൽ ഉത്തരവ് എന്താണെന്ന് കാത്തിരിക്കാം.